ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. പ്രൈസ് ആക്ഷൻ സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണിത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിൻ്റെ സൈക്കോളജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ വെറുതെ ചാർട്ട് പാറ്റേൺസോ അല്ലെങ്കിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു തിയറിറ്റിക്കൽ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്കതിൽ പ്രോഫിറ്റ് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ ബാക്കിയുള്ള ട്രേഡേഴ്സ് എന്താണ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി ഓപ്ഷൻസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം, ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 0 to sum ഗെയിമാണ്. 0 to sum ഗെയിം. എന്താണ് 0 to sum ഗെയിം? അതായത് ഒരാളുടെ നഷ്ടമാണ് വേറൊരാളുടെ പ്രോഫിറ്റ്. ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് കാര്യമാണ് പറയുന്നത്. കാരണം ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ നഷ്ടമാണ് വേറൊരാളുടെ പ്രോഫിറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറൊരാളുടെ നഷ്ടം അല്ലെങ്കിൽ വേറൊരാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, വേറൊരാൾ എങ്ങനെയാണ് ട്രേഡിങ്ങിൽ പൊസിഷൻ എടുക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞിരുന്നു പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേസിക് ഒരു ട്രേഡറിൻ്റെ ലാംഗ്വേജ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ട്രേഡേഴ്സ് എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഞാനിവിടെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ചാർട്ടാണ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന, ഫുൾ ടൈം ട്രേഡേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ട്രേഡേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. വേറെയും ഒരുപാട് ചാർട്ടുകൾ നമുക്കിവിടെ കാണാം. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. ഓക്കെ, അതുകൂടാതെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ എത്ര പാർട്ടിസിപ്പൻ്റ് ഉണ്ട് എന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ 0 to sum ഗെയിം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിതിൽ പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ ബാക്കിയുള്ള എത്ര ആൾക്കാരുണ്ട്, ആരൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് എടുക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്? അവരുടെ കയ്യിൽ വലിയ ഫണ്ടാണ്. 1000 CR അല്ലെങ്കിൽ 2000 CR വലിയ വലിയ ഫണ്ടുകളാണ്. അവർ സിസ്റ്റമാറ്റിക്കലി രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ട്രേഡ് ചെയ്യുന്ന ടീംസ് ഉണ്ട്. ആൽഗോ ട്രേഡിംഗ് ഒക്കെ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവർ കൂടുതൽ ആൽഗോ ട്രേഡിംഗ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, സോ ദെൻ നമുക്ക് റീറ്റെയിൽ ട്രേഡേഴ്സ് എടുക്കാം. റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ, അല്ലേ? അതിൽ പ്രൊഫഷണലായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പിന്നെ ചുമ്മാ ഗാംബ്ലിങ് ചെയ്യുന്ന, എപ്പോഴും നഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, ദെൻ ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് നോക്കുവാണെങ്കിൽ ഡേ ട്രേഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് നമുക്കിവിടെ എടുക്കാം. ആൻഡ് ഡേ ട്രേഡേഴ്സ്, ഓക്കെ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് നോക്കുകയാണെങ്കിൽ ഡേ ട്രേഡേഴ്സ് ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ്? നോർമലി കുറച്ച് ഒരു 1-2 മണിക്കൂർ ഹോൾഡ് ചെയ്ത് ഇന്ന് രാവിലെ ഒരു പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അത് വൈകിട്ട് അന്നത്തെ ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ എക്സിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് ഡേ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ പൊസിഷണൽ ട്രേഡേഴ്സ് ഉണ്ട്. അതായത് ഇന്നൊരു പൊസിഷൻ എടുത്തിട്ട് നാളെയോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പൊസിഷണൽ ട്രേഡേഴ്സ് എന്ന് പറയാം. ഓക്കെ, പിന്നെയുള്ളത് സ്കാൾപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ല, സ്കാൾപ്പേഴ്സ് ഉണ്ട്. സ്കാൾപ്പേഴ്സ് മീൻസ് വളരെ ചെറിയ പോയിന്റുകൾ ക്യാച്ച് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്കാർ. 10 പോയിന്റ് ബുക്ക് ചെയ്ത് മാറുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പിന്നെ ഇൻട്രാഡേയിൽ തന്നെ നമുക്കിപ്പം ആൽഗോ ബേസ്ഡ് ട്രേഡേഴ്സ് ഉണ്ട്. അങ്ങനെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. സോ ഞാൻ ചിലപ്പം കുറച്ച് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓവറോൾ പറയാം, ഇത്രയും ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ എന്ന് നമുക്ക് പറയാം. ഇത്രയും ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആരാണ് പ്രോഫിറ്റ് എടുക്കുന്നത്? ഡെഫിനറ്റ്ലി റീറ്റെയിൽ ട്രേഡേഴ്സിൽ നമുക്കറിയാം. സെബിയുടെ പുതിയ ആ ഒരു ഡിസ്ക്ലെയിമർ നിങ്ങൾ കണ്ടു കാണും. 10ൽ 9 പേരും നഷ്ടമാണ്, ഒരാൾ മാത്രമേ സക്സസ് ആവുന്നുള്ളൂ. ദാറ്റ് മീൻസ് 9 പേരുടെയും പ്രോഫിറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ചിലപ്പോൾ ഒരാളുടേക്ക് പോകും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോകും. അതിൽ കൂടുതൽ നമുക്ക് ബ്രോക്കേഴ്സ് ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പൈസ അങ്ങോട്ടും പോകും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ ആ ഒരു 10ൽ ഒരാളാവണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം. അപ്പോൾ നോർമലി ഇപ്പം ഈ പറയുന്ന ട്രെൻഡ് ലൈന് അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് എന്താണ് ഇത് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ എന്താണ് നമുക്കറിയാം, 10ൽ ചിലപ്പോൾ 9 പേരും സക്സസ് ആയേനെ, അല്ലേ? പക്ഷേ അങ്ങനെയല്ല ഇവിടെയുള്ളത്. 10ൽ 9 പേരിൽ നഷ്ടമാണ് വരുന്നത്. അപ്പം എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഇതൊക്കെ വർക്ക് ആകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്.
ഓക്കെ. സോ ഡെഫിനറ്റ്ലി ഇതൊക്കെ വർക്ക് ചെയ്യും. ബട്ട് നമുക്ക് അതിന് മുൻപ് നമുക്ക് ഈ ഒരു ബയേഴ്സ് സെല്ലേഴ്സ് ഇവിടെ ഉണ്ടാകുന്ന ആൾക്കാരുടെ ഈ പൊസിഷണൽ ട്രേഡ്, ഡേ ട്രേഡേഴ്സ് അല്ലെങ്കിൽ സ്കാൽപ്പേഴ്സ്, ആൽഗോ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ സൈക്കോളജി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാണാൻ പറ്റുന്നത്? അപ്പോൾ പറയാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതൊക്കെ ഇവിടെ റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്, അല്ലേ? അങ്ങനെ പല രീതിയിൽ പല കാര്യങ്ങൾ നമ്മളിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി കാണുന്ന ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ചാർട്ട് പാറ്റേൺസ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻഡെപ്തായിട്ട് നോക്കിയാലോ എന്തൊക്കെയാണ് കാര്യം വരുന്നത്? കുറച്ചുകൂടി ഇൻഡെപ്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് ഇമോഷൻസ് കാണാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഇമോഷൻസ് കാണാൻ പറ്റും. ബാക്കിയുള്ള ട്രേഡേഴ്സിൻ്റെ ഇമോഷൻസ് നമുക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ്. ബാക്കിയുള്ള ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ കാണാൻ പറ്റും ചാർട്ട് നോക്കുകയാണെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ നഷ്ടമാണ് വേറൊരാളുടെ പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വേറൊരാൾക്ക് നഷ്ടമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ വേറൊരാളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണെന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. സിമ്പിൾ. അപ്പം നമ്മൾ ചാർട്ട് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇൻഡെപ്തായിട്ട് നോക്കുക. ബാക്കിയുള്ള ട്രേഡേഴ്സിൻ്റെ ഇമോഷൻസ് ആൻഡ് ബാക്കിയുള്ള ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ്, ഇത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാം. സിമ്പിൾ. ഓക്കെ. അപ്പോൾ നമുക്ക് സൈക്കോളജി നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ. ഒരു ചാർട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ. സോ ഞാനിവിടെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. സോ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോവുകയാണ്. ഓക്കെ. ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് പെട്ടെന്ന് ഒരു അപ്പ് സൈഡ് മൂവ്മെൻറ്റ് നടത്തി. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ആ ഒരു പ്രൈസ് അവിടെ നിന്ന് അപ്പ് മൂവ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടായിരിക്കാം? പല ആൾക്കാരും പറയും ഇവിടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. ബട്ട് അതല്ല, അവിടെ ബയേഴ്സ് കൂടുതലായിട്ട് വന്നുകൊണ്ടാണ്. ഓക്കെ. അവിടുന്ന് ബയേഴ്സ് കൂടുതലായിട്ട് വന്നുകൊണ്ടാണ്. സെല്ലേഴ്സിനെക്കാട്ടിയും കൂടുതൽ ബയേഴ്സ് വന്നതുകൊണ്ടാണ് പ്രൈസ് മുകളിലോട്ട് പോകുന്നത്, അല്ലേ? പ്രൈസ് മുകളിലോട്ട് പോകണമെങ്കിൽ എന്താണ്? ബയേഴ്സ് വന്നിരിക്കണം. സോ ദാറ്റ് മീൻസ് ഇവിടുന്ന് കുറച്ച് പേര് ബൈ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് ഗസ് ചെയ്യാം. ഇവിടുന്ന് കുറച്ച് പേര് ബയേഴ്സ് വന്നിട്ടുണ്ട്. ആൻഡ് പ്രൈസ് മുകളിലോട്ട് പോയി. ദെൻ വീണ്ടും ബയേഴ്സ് വന്ന് പ്രൈസ് മുകളിലോട്ട് പോയി. അതായത് സെല്ലേഴ്സിനെ കൂടി ബയേഴ്സ് ആയുള്ളതുകൊണ്ട് തന്നെ പ്രൈസ് മുകളിലോട്ട് പോകും. ഓക്കെ. ആൻഡ് ഫൈനലി പോയി ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ എത്തിയ സമയത്ത് പ്രൈസ് അവിടുന്ന് റിവേഴ്സിൽ വന്നു. എന്തായിരിക്കും റീസൺ? ഡെഫിനറ്റ്ലി ഈ ഒരു ബയേഴ്സ്, ഇവിടുന്ന് ബൈ ചെയ്ത ബയേഴ്സ്, ഫ്യൂച്ചറാണ് ബൈ ചെയ്യുന്നത് വിചാരിക്കാം. ഫ്യൂച്ചർ ബൈ ചെയ്ത ബയേഴ്സ് ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തിയ സമയത്ത് അവർ വിചാരിച്ചു, ഇനി ഇതിൻ്റെ മുകളിലൂടെ പോകാൻ ചാൻസസ് വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ബെറ്റർ ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. സോ ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തിയ സമയത്ത് അവർ പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്? ബൈ ചെയ്ത ഒരാൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു സെൽ ഓർഡറാണ്. മാർക്കറ്റ് താഴോട്ട് വരും, അല്ലേ? ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ ഇവിടുന്ന് ബൈ ചെയ്ത ബയേഴ്സ് ഹ്യൂജായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുവാണെങ്കിൽ പ്രൈസ് താഴോട്ട് വരും. ഓക്കെ. അതുകൂടാതെ ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു ലെവലിൽ എത്തിയ സമയത്ത് ചെറിയ റിവേഴ്സിലൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന പുതിയ സെല്ലേഴ്സ് ആക്റ്റീവ് ആവും, ന്യൂ സെല്ലേഴ്സ് ആക്റ്റീവ് ആവും. അവർ വിചാരിക്കുന്നു, ഓക്കെ മാർക്കറ്റ് ഓൾറെഡി നല്ല ലെവലിൽ എത്തിയിട്ടുണ്ട്, ഇവിടുന്ന് മേ ബി പ്രൈസ് താഴോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? അവർ വീണ്ടും ഷോർട്ട് സെല്ല് ചെയ്യും. അതായത് സെല്ലിംഗ് പൊസിഷൻ അവിടെ എടുക്കും. ആൻഡ് സെല്ലിംഗ് പൊസിഷൻ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെക്കുന്നത്? ഡെഫിനറ്റ്ലി ഇതിൻ്റെ മുകളിലായിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, അല്ലേ? അപ്പോൾ ഞാനാണ് ഇവിടുന്ന് ഒരു ഒരു സെല്ലിംഗ് പൊസിഷൻ എടുത്തിരുന്നെങ്കിൽ ഞാൻ നോർമലി ഈ സിങ് ഹൈൻ്റെ മുകളിലൊരു സ്റ്റോപ്പ് ലോസ് ഞാൻ വെക്കും. ഓക്കെ. അപ്പോൾ പ്രൈസ് കുറച്ച് താഴോട്ട് പോയി, ദെൻ കുറച്ച് മുകളിലോട്ട് വന്നു, പിന്നെ വീണ്ടും താഴോട്ട് പോയി. അപ്പം ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് പേര് സെല്ല് ചെയ്ത ആൾക്കാർ, കുറച്ച് പേര് ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഇവിടുന്ന് ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ദെൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് മുകളിലോട്ട് വന്നു, ദെൻ കുറച്ച് താഴോട്ട് വന്നു, ദെൻ വീണ്ടും മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടുന്ന് സെല്ല് ചെയ്ത സെല്ലേഴ്സ് എന്ത് ചെയ്യും? അല്ലേ? ഇവിടുന്ന് ഞാൻ സെല്ല് ചെയ്ത സമയത്ത് ഇവിടം വരെ വന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ MTM പ്രോഫിറ്റ് 1 lakh എന്ന് കാണിക്കാൻ തുടങ്ങി. ദെൻ കുറച്ച് പോകുന്ന സമയത്ത് കുറഞ്ഞ് അതൊരു 50,000 ആയി. അപ്പോൾ ഞാൻ നോർമലി ഞാനൊരു ട്രേഡ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് 1 lakh വന്നു. പെട്ടെന്ന് തന്നെ അത് കുറഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ എന്തായിരിക്കും ചെയ്യാം? ഞാൻ എക്സിറ്റ് ചെയ്ത് മാറും, അല്ലേ? പേടി, അല്ലേ? ഫിയർ. സോ സെല്ലേഴ്സിന് എന്ത് ചെയ്തു? മാർക്കറ്റ് സ്ലോവലി ഇവിടുന്ന് റിവേഴ്സിൽ വരുന്ന സമയത്ത് സെല്ലേഴ്സിന് എന്ത് ചെയ്തു? ചെറിയ ഫിയർ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി.
സോ ഫിയർ ജനറേറ്റ് സമയത്ത് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ വരുന്ന സമയത്ത് അവർ സ്ട്രോങ് ആയിട്ട് എക്സിറ്റ് ചെയ്തു. ദെൻ കുറച്ച് പേര് എക്സിറ്റ് ചെയ്തിട്ടുണ്ടാകും, കുറച്ച് പേര് ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നുണ്ടാവും. സോ ആ ഒരു ഡയറക്ഷനോട്ട് വന്ന സമയത്ത് ഒരു ഇവിടെ നിന്ന് സെയിൽ ചെയ്ത് എല്ലാവരും ഒരേ സമയത്ത് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വലിയൊരു മൂവ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഫോർ എക്സാമ്പിൾ ഇപ്പം ലൈവ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ലൈവ് മാർക്കറ്റിലെ ഒരു ഇത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, സോ മാർക്കറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ലെറ്റ്സ് നമുക്ക് എക്സാമ്പിൾ പറയാം. ഇവിടെ നിന്ന് ബൈയേഴ്സ് ബൈ ചെയ്തിട്ടുണ്ട് അല്ലേ, ഈ ഒരു ലെവലിൽ നിന്ന് പർട്ടിക്കുലർ ലെവലിൽ നിന്ന് ബൈയേഴ്സ് ബൈ ചെയ്തിട്ടുണ്ട്. ബൈയേഴ്സ് ബൈ ചെയ്തതെന്ന് മാത്രമല്ല, ബൈയേഴ്സ് ബൈ ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് എന്തായി ഇതിൻ്റെ താഴെ ആയിരിക്കും വെക്കുന്നത്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ലെവലിൽ താഴെ ഉണ്ടാവും. ഈ ഒരു ലെവലിൽ താഴെ സ്റ്റോപ്പ് ലോസസ് ഉണ്ടാവും. ഈ ബയ്യേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഫോർ എക്സാമ്പിൾ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ വിചാരിക്കാം. അതിൻ്റെ മാർക്കറ്റ് ഇന്ന് ഓൾമോസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. സോ എന്തായിരിക്കും താഴെയുള്ള ബയ്യേഴ്സിൻ്റെ സൈക്കോളജി, അതായത് ഇവിടുന്ന് ബൈ ചെയ്ത ബയ്യേഴ്സിൻ്റെ സൈക്കോളജി എന്തായിരിക്കും? അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമോ? അപ്പോൾ വേറൊരാളുടെ സൈക്കോളജി നമുക്ക് പൂർണ്ണമായിട്ട് 100% നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ ഞാനാണ് ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ബുക്ക് ചെയ്യും, ചിലപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഒരു അടിപൊളി ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഹോൾഡ് ചെയ്ത ഒരു 90% ആൾക്കാരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാകില്ല. പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് മേ ബി ഈ ഒരു ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു ഹിൻഡ് നമുക്ക് അവിടെ കിട്ടി അല്ല. ഇപ്പം ഞാൻ ഇന്നത്തെ ഫ്രഷ് മാർക്കറ്റിൽ വാച്ച് ചെയ്യുവാണ് ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയാം ഓക്കെ ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ താഴെ നിന്ന് ബൈ ചെയ്ത ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇവിടെ ബയേഴ്സിന് അത്യാവശ്യം പ്രോഫിറ്റ് ഇവിടെ ഉണ്ട് അല്ലേ. അന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട്. അപ്പം പ്രോഫിറ്റ് കുറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 lakhൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. 1 lakh പ്രോഫിറ്റ് MTMൽ കാണിച്ചിട്ട് പിന്നെ അത് 50,000 വരുന്ന സമയത്ത് നമുക്കവിടെ പേടി വരും. അപ്പോൾ നമ്മൾ പാനിക്കലി എക്സിറ്റ് ചെയ്ത് മാറും. ഓക്കെ, ഇത് ഇവിടുന്ന് ബൈ ചെയ്ത ബയേഴ്സിൻ്റെ ലോജിക്. ഇനി നമുക്ക് പറയാം ഇവിടെ സെല്ലറും ഉണ്ട് അല്ലേ. മാർക്കറ്റിൽ ഇവിടെ സെല്ലറും ഉണ്ട്. ഈ ലെവലിൽ സെല്ലേഴ്സും പൊസിഷൻ എടുത്തിട്ടുണ്ട്. ബയേഴ്സ് മാത്രമല്ലല്ലോ മാർക്കറ്റിലുള്ളത്, സെല്ലേഴ്സും ഉണ്ട്. ആൻഡ് ഓൾസോ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസിലും സെല്ലേഴ്സ് ഉണ്ടാവും. അപ്പോൾ സെല്ലേഴ്സിൻ്റെ ലോജിക്ക് എന്തായിരിക്കും? സോ സെല്ലേഴ്സ് മേ ബി ഓക്കെ ഇവിടുന്ന് പൊസിഷൻ എടുത്തിട്ടുണ്ടാവും ആൻഡ് ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സോ മേ ബി അവരൊരു സ്റ്റോപ്പ് ലോസ് വെക്കും അല്ലേ. മിക്കവാറും ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്കാർ ചിലപ്പം കുറച്ച് ഒരു റൗണ്ട് നമ്പർ, നോർമലി ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയ്യാനൊക്കെ നോക്കിയിട്ട് ഒരു റൗണ്ട് നമ്പറിൻ്റെ മുകളിലായിരിക്കും കൂടുതലും വെക്കുന്നത്. ചിലപ്പം 48,000 മുകളിൽ വെക്കും. കുറച്ച് പേര് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കും. ഓക്കെ, ആൻഡ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസിൽ സെല് ചെയ്ത ആൾക്കാർ ഇന്ന് അത്യാവശ്യം പോസിറ്റീവിലാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ബട്ട് വലിയ മൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. അപ്പം അവർ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, മേ ബി ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു സ്ട്രക്ചറൊക്കെ ക്രിയേറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ മാത്രമേ അവർ എക്സിറ്റ് ചെയ്യുള്ളൂ അല്ലേ. ഇന്നത്തെ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് വലിയ മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് അവർ അനലൈസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനാണ് സെല്ല് ചെയ്തതെന്ന് വിചാരിക്കാം. ഞാൻ സെല്ല് ചെയ്ത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് എനിക്ക് ചെറിയ നഷ്ടത്തിലാണ് എൻ്റെ MTM ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് നഷ്ടത്തിൽ വരുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്ന് ഞാൻ എക്സിറ്റ് ചെയ്ത് മാറില്ല. കാരണം അങ്ങനെ വലിയൊരു മൂവ്മെൻറ്റ് ഗ്യാപ്പ് അപ്പിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം എൻ്റെ ഇമോഷൻസ്? എനിക്ക് പേടി ഉണ്ടെങ്കിൽ എനിക്ക് എക്സിറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസസ് ലെവലിൽ മൂവ്മെൻറ്റ് ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ 48,700 ഇവിടെയുണ്ട്. അപ്പോൾ അതൊരു റൗണ്ട് നമ്പറാണ്. ആൻഡ് ഓൾസോ ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഞാൻ എക്സിറ്റ് ചെയ്ത് മാറും എന്നൊരു ഡിസിഷൻ ഞാൻ അവിടെ എടുത്തു. ഓക്കെ, അപ്പോൾ അത് ആ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് മാത്രമേ ഞാൻ എക്സിറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? മാർക്കറ്റിൽ സെല്ലേഴ്സ് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസത്തിലെ പൊസിഷനിലെടുത്ത സെല്ലേഴ്സിൻ്റെ ബയേഴ്സിൻ്റെ സൈക്കോളജി. ഇനി ഇതിൻ്റെ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തേ ഉള്ളൂ. ഇനി നമുക്ക് പുതിയ ബയേഴ്സും പുതിയ സെല്ലേഴ്സും വരും അല്ലേ. മാർക്കറ്റിൽ പുതിയ ബയേഴ്സും പുതിയ സെല്ലേഴ്സ്, പുതിയ സ്കാൽപ്പേഴ്സ്, പുതിയ ഇൻട്രാഡേ ട്രേഡേഴ്സൊക്കെ വരും. അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും? ഓക്കെ, മേ ബി ഒരു പ്രൈസ് ആക്ഷൻ പാറ്റേൺസോ അല്ലെ. ഇപ്പം ഒരു റീറ്റെയിൽ ട്രേഡറിനെ സംബന്ധിച്ചിട്ട് ഒരു പല രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മൂവിങ് ആവറേജ് യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ CPR അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ചാർട്ട് പാറ്റേൺസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പാറ്റേൺസ് വരുവാണെങ്കിൽ അവർ വീണ്ടും പുതിയ സെല്ലേഴ്സ് ആക്റ്റീവായിട്ട് വരും. അല്ലെങ്കിൽ ഡേ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ സെല്ലേഴ്സ് വരും. കാരണം നമുക്കറിയാം മാർക്കറ്റിൽ ഒരുപാട്
ട്രേഡേഴ്സ് ഉണ്ട്. എല്ലാ ട്രേഡേഴ്സും ഒരു സ്ട്രാറ്റജി അല്ല യൂസ് ചെയ്യുന്നത്, എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ സ്ട്രാറ്റജി വരുന്ന സമയത്ത് അവർ പുതിയ ബയേഴ്സും സെല്ലേഴ്സും പൊസിഷൻ എടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കാണുന്നത്. ഇനിയിപ്പോൾ മാർക്കറ്റിൽ നമുക്കിതൊരു റേഞ്ചായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു റേഞ്ചായിട്ട് മാർക്ക് ചെയ്യാം. ആൻഡ് പുതിയ സെല്ലേഴ്സ് വരണമെങ്കിൽ ഇതിൻ്റെ താഴോട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ സെല്ലേഴ്സ് വരും, ആൻഡ് ഇതിൻ്റെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ ബയേഴ്സും വരും നമുക്കറിയാം. ആൻഡ് ഓൾസോ ഓൾഡ് ബയർ ഓൾഡ് സെല്ലറിൻ്റെ സൈക്കോളജി നമ്മൾ നോക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് വലിയൊരു മൂവ്മെൻറ്റ് നമുക്ക് അപ്പ് സൈഡ് എക്സ്പെക്ട് ചെയ്യാം. സെയിം കാര്യം തന്നെ ഈ ലെവലിൽ താഴോട്ട് വരുന്ന സമയത്ത് ഒരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് പുതിയ ബയേഴ്സ് അല്ലെങ്കിൽ പുതിയ സെല്ലേഴ്സിന് വലിയ രീതിയിൽ ഈ ഇന്നത്തെ മാർക്കറ്റ് അട്രാക്ഷൻ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്? ഒരു ഇൻഡെസിഷൻ മോഡ് ഉണ്ടാവും. ആൻഡ് ആ ഒരു ഇൻഡെസിഷൻ മോഡ് മീൻസ് ഒരു റേഞ്ച് മാർക്കറ്റായിട്ട് മാർക്കറ്റ് ബിഹേവ് ചെയ്യും. അപ്പോൾ നമുക്കിപ്പം എക്സാക്ട്ലി നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടുന്ന് മേടിച്ച ബയേഴ്സ് എങ്ങനെയാണ് പൊസിഷൻ എടുത്തിരിക്കുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടുന്ന് ആരാണ് മേടിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവർ വളരെ ആലോചിച്ചിട്ട് മേടിച്ചതായിരിക്കും. മാർക്കറ്റ് ചിലപ്പം 50,000 പോകും, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ 50,000 പോകുമെന്ന് എക്സ്പെക്ട് ചെയ്ത് മേടിച്ച ആൾക്കാരും കൂടി ആയിരിക്കാം, അല്ലേ? അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പൊസിഷണൽ ട്രേഡ് എടുക്കുന്ന, ഫ്യൂച്ചറിൽ പൊസിഷൻ ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവരായിരിക്കാം. ബട്ട് നമുക്ക് ഏകദേശം ഒരു സൈക്കോളജി നമുക്കുണ്ട്. ഈ ലെവലിൻ്റെ താഴോട്ടേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ലെവലിൻ്റെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവർ എക്സിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇവർക്ക് പേടി ഉണ്ടാകുന്നു എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മാർക്കറ്റിൽ ഒരു ചാർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, അവിടെ ഉണ്ടാകുന്ന സൈക്കോളജി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്വിങ് ഹൈ നോക്കിയിട്ട് 48,000 നിയർലി വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് സെല്ലേഴ്സ് ഹ്യൂജ് പൊസിഷൻ എടുത്തിട്ടുണ്ട്. അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ മാർക്കറ്റ് ഇത്രയും മുകളിലോട്ട് പോയില്ലേ, ഇനിയൊരു കറക്ഷനെങ്കിലും വരേണ്ടെന്ന രീതിയിൽ സെല്ലേഴ്സ് പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഒന്ന് സെല്ലേഴ്സിനെ കൊതിപ്പിച്ചു, പിന്നെ ഒന്ന് താഴോട്ട് വന്നു. ചിലപ്പം ഇവിടുന്ന് സെല്ല് ചെയ്ത ആൾക്കാർ വീണ്ടും ആവറേജ് ചെയ്തു, ദെൻ അഗെയിൻ ഒന്ന് താഴോട്ട് വന്നു, ദെൻ അഗെയിൻ മുകളിലോട്ട് പോകുന്ന സമയത്ത് സെല്ലേഴ്സിൻ്റെ അവസാനത്തെ ഹോപ്പും അവിടെ അവസാനിച്ചു. കാരണം അവർ നോക്കി, പക്ഷേ തിരിച്ച് റിവേഴ്സൽ സിഗ്നലാണ് തരുന്നത്. ദെൻ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. പിന്നീട് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു? ഇവർ എക്സിറ്റ് ചെയ്തു, ഈ സെല്ലേഴ്സ് എക്സിറ്റ് ചെയ്തു. ദെൻ ആ ഒരു എക്സിറ്റ് ചെയ്ത മൂവ്മെൻ്റ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, അല്ലേ? അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത മൂവ്മെൻ്റ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ നമുക്ക് 1-2 ചാർട്ടുകളിൽ ഒന്നെടുത്ത് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്, ആ ഒരു റീസൺ നമ്മൾ നോക്കിയിരിക്കുക. ബ്രേക്ക് ഔട്ട് നടക്കുന്നത് ഇവിടെ നിന്ന് സെല്ലേഴ്സ് പൊസിഷൻ എടുത്തു, ദെൻ ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന സമയത്ത് അവർ എക്സിറ്റ് ചെയ്ത മൂവ്മെൻ്റ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, മാർക്കറ്റിനെ എപ്പോഴും മുകളിലോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ താഴോട്ട് കൊണ്ടുപോകുന്നത് ട്രേഡേഴ്സാണ് ഫസ്റ്റ് ഫോഴ്സ്. മാർക്കറ്റിനെ മൂവ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്ന ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഓർഡേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ സ്റ്റോപ്പ് ലോസസ് ഓർഡർ ഉണ്ട് സെല്ലേഴ്സിൻ്റെ. ദെൻ ആ ഒരു ഓർഡർ ഹിറ്റ് ചെയ്തു ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തിയ സമയത്ത് താഴെ നിന്ന് ബൈ ചെയ്ത ആൾക്കാർ വിചാരിച്ച് കാണും ഓക്കെ മാർക്കറ്റ് ഇനിയും മുകളിലോട്ട് പോകില്ല, ഇതാണ് ബെസ്റ്റ് ടൈം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും താഴോട്ട് വന്നുകൊണ്ടേയിരിക്കും. താഴോട്ട് വരാനുള്ള കാരണം എന്താണ്? അവിടെ ഇനഫ് ബയേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ബയേഴ്സിനെക്കാട്ടിയും കൂടുതൽ സെല്ലേഴ്സ് ആണുള്ളത് എന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞ് വീണ്ടും താഴോട്ട് വന്നു, റൈറ്റ്? അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത് മാർക്കറ്റിൽ. ലോജിക്ക് എന്താണ് ബാക്കിയുള്ള ട്രേഡേഴ്സൊക്കെ ചെയ്യുന്നതിലുള്ള ലോജിക്ക്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് നമ്മൾ നോർമലി ട്രേഡ് എടുത്ത ഉടനെ തന്നെ തിരിച്ച് പ്രൈസ് നമ്മളൊരു ബൈ എൻട്രി എടുത്ത് തിരിച്ച് താഴോട്ട് വരും, ഒരു സെൽ എൻട്രി എടുത്ത് തിരിച്ച് മുകളിലോട്ട് വരും, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫാൾസ് ബ്രേക്കൗട്ട് എവിടെയാണുള്ളത്? ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് നമുക്ക് എടുക്കാം. ഓക്കെ, സോ മാർക്കറ്റ് ഈ ഒരു ലോ പോയിന്റ് വളരെ ഷാർപ്പായിട്ട് ഇവിടെ ബ്രേക്ക് ഡൗൺ നടത്തിയിട്ടുണ്ട്. ബ്രേക്ക് ഡൗൺ നടത്തി കഴിയുന്ന സമയത്ത് നമുക്കറിയാം ഇതുപോലുള്ളൊരു മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് എന്താണ്, പുതിയ സെല്ലേഴ്സ്, എസ്പെഷ്യലി റീറ്റെയിൽ ട്രേഡേഴ്സ് തന്നെ പറയാം, പുതിയ സെല്ലേഴ്സ് പൊസിഷൻ എടുക്കും. ഓക്കെ, അയ്യോ മാർക്കറ്റ് താഴോട്ട് പോകുന്നു എന്ന രീതിയിൽ പൊസിഷൻ എടുക്കും. അവർ എന്ത് ചെയ്തു, ഷോർട്ട് ചെയ്യും, ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഓപ്ഷൻസിനാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. ആൻഡ് ഒന്ന് താഴോട്ട് വന്നു, ദെൻ തിരിച്ച് മുകളിലോട്ട് കയറിയ സമയത്ത് എന്തായിരിക്കും ഈ പുതിയ പൊസിഷൻ എടുത്ത സെല്ലേഴ്സിൻ്റെ സൈക്കോളജി? അവർ ഓക്കെ ഒന്ന് കുറച്ച് പ്രോഫിറ്റ് കണ്ടു പെട്ടെന്ന് തന്നെ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് പാനിക്കാവും,
ഒന്ന് പാനിക്കായി കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് ഇനി എവിടെ എക്സിറ്റ് ചെയ്യണമെന്ന് നോക്കും. വളരെ ഫാസ്റ്റായിട്ട് മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേര് എക്സിറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു മൂവ്മെൻ്റ് ആണ് നമുക്കിവിടെ കണ്ടത്. ആ ഒരു എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു മൂവ്മെൻ്റ് ആണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ചാർട്ട് എടുക്കുന്ന സമയത്തും ഒരു ഇൻഡെപ്തായിട്ട് നമ്മൾ നോക്കുക. ആൻഡ് അതിന് നമ്മൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണിൻ്റെ ക്ലാസ്സുകൾ എടുത്തിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇനഫാണ്. ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ആണ് നോക്കിയിട്ട് നമുക്ക് എവിടെയാണ് ആൾക്കാർ ബൈ ചെയ്യുന്നത്, എവിടെയാണ് ആൾക്കാർ സെല്ല് ചെയ്യുന്നത്, ഇതൊരു ഡിമാൻഡ് ഏരിയ ആണ് അല്ലേ. അപ്പോൾ മാർക്കറ്റിൽ ഇവിടെ നിന്ന് സെല്ല് ചെയ്ത ആൾക്കാർ ഒരു പർട്ടിക്കുലർ ഡിമാൻഡ് ഏരിയയിൽ എത്തുന്ന സമയത്ത് സെല്ല് ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ദെൻ ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, പുതിയ ബയേഴ്സ് ആക്റ്റീവ് ആവും. ആൻഡ് ഇവിടെ നിന്ന് സെല്ല് ചെയ്ത ആൾക്കാർ എല്ലാവരും ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു മാറില്ല. ആൻഡ് അവർ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്ന് ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുന്ന സമയത്ത് അവർ പാനിക്കായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് എക്സിറ്റ് ചെയ്ത് മാറും. ആ ഒരു എക്സിറ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റ് മൊമെൻറ്റം ആയിരിക്കും. കാരണം അവർ പാനിക്കിൽ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ടാകുന്ന സമയത്തുള്ള മൂവ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മളിവിടെ കണ്ട ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ കണ്ട ആ ഒരു മൂവ്മെൻറ്റ്. റൈറ്റ്, സോ ഇതൊക്കെ അതുപോലെ തന്നെ മൂവ്മെൻ്റ് ആണ്. ആൻഡ് അല്ല, ഈ ഒരു ലെവലിൽ ഇപ്പം മാർക്കറ്റ് ഇവിടെ എത്തിയിട്ട് താഴോട്ട് വളരെ ഫാസ്റ്റായി ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് വന്നു. സെല്ലേഴ്സൊക്കെ വിചാരിച്ചു ഇനി ഇതാണ് ഓൾ ടൈം ഹൈ 44,000 അല്ലെ, 44,800 സംതിങ്. അപ്പോൾ ഈ ലെവലിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർ എക്സിറ്റ് ചെയ്ത് മാറും. ഇവിടെ ചിലപ്പം പൊസിഷണൽ ട്രേഡ് എടുത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് തോന്നി ഇനി ഇത് താഴോട്ട് പോകാൻ സാധ്യതയില്ല. അപ്പോൾ ആദ്യത്തെ ക്യാൻഡിൽ നോക്കി, പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്തു. മാർക്കറ്റ് വളരെ ശക്തമായിട്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് അവരെന്ത് ചെയ്തു, എക്സിറ്റ് ചെയ്ത് മാറി. അപ്പോൾ എക്സിറ്റ് ചെയ്ത് മാറുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പവർഫുൾ മൂവ്മെൻ്റ് ആണ്. കാരണം അവിടെ അത്രയും ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു എല്ലാ ഓർഡർ ഒരേ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതാണ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് സൈക്കോളജി. ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ് തന്നിരിക്കുന്നത്. ഇതൊക്കെ എന്താണ് സൈക്കോളജിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിപ്പം ബയേഴ്സ് സെല്ലേഴ്സ് സൈക്കോളജി നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ചെയിൻ നോക്കിയിട്ട്, അഡ്വാൻസ്ഡ് ആണ്. ഓപ്ഷൻ ചെയിൻ നോക്കി നമുക്ക് എങ്ങനെ സൈക്കോളജി മനസ്സിലാക്കാം. ഓക്കെ, ഓപ്ഷൻ ചെയിൻ നോക്കി നമുക്കറിയാം ഈ റൗണ്ട് നമ്പേഴ്സൊക്കെ ഉണ്ട്. 46,000, 48,000 അങ്ങനെയുള്ള ലെവൽസൊക്കെ എങ്ങനെയാണ് സെല്ലേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സ് പൊസിഷൻ എടുക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്ഷൻ ചെയിൻ നോക്കി നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ നോക്കാം. ആൻഡ് ഓൾസോ അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രാപ്പാണ്. ഓക്കെ, മാർക്കറ്റിൽ ഉണ്ടാകുന്ന ട്രാപ്പ്, ഓപ്പറേറ്റേഴ്സൊക്കെ എങ്ങനെ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രാപ്പ് ചെയ്യുന്നുള്ള ഇതാണ്. ദെൻ ഓപ്പറേറ്ററിൻ്റെ സൈക്കോളജി, അത് നെക്സ്റ്റ് ചാപ്റ്ററിൽ ഞാൻ എടുക്കാം. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, അറ്റ്ലീസ്റ്റ് ഒരു 500 ലൈക്ക്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു 500 ചോദിച്ചിട്ട് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, സോ എനിവേ ഒരു 500 ലൈക്ക് നിങ്ങൾ ടാർഗറ്റായിട്ട് എടുത്ത് ഒരു തരിക. സോ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. സോ ബൈ, താങ്ക് യു.